സോഷ്യൽ വർക്ക് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഹോം സയൻസിന്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ്. ആദ്യത്തെ 2 വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കൈമോസിൻ ഈസ് ഓൾസോ നോൺ ആസ്, എന്താണ് കൈമോസിന്റെ വേറൊരു പേര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി റെനിൻ എന്നാണ്. അപ്പൊ റെനിൻ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളിലെ പാല് കുടിക്കുമ്പോൾ പാല് മിൽക്ക് പ്രോട്ടീൻ ഡൈജഷന് വേണ്ടിയിട്ടാണ് റെനിൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ദ ഗാസ്ട്രിക് ജ്യൂസ് ഈസ് സെക്രീറ്റഡ് ബൈ. അപ്പൊ ഗ്യാസ്ട്രിക് ജ്യൂസ് എവിടെ നിന്നാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്? സ്റ്റൊമക് ഗ്ലാൻസിൽ നിന്നാണ് ഗാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ഗാസ്ട്രിക് ജ്യൂസിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടെന്ന് വെച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡും പെപ്സിൻ എൻസൈം കൂടി ചേർന്നതാണ് ഗാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇമേജിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കെമിക്കൽ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസ് സ്റ്റൊമക്കിൽ വെച്ച് നടക്കുന്നതിന് സഹായിക്കുന്നത് ഗാസ്ട്രിക് ജ്യൂസ് ആണ്. മെക്കാനിക്കൽ ഡൈജഷൻ, മസ്കുലർ കോൺട്രാക്ഷൻസ്, നമുക്ക് പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതുവഴിയായിട്ടാണ് സ്റ്റൊമക്കിൽ വെച്ച് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി ഡസ് ദ പ്രോട്ടീൻ ഡൈജഷൻ ബിഗിൻസ്? അപ്പോൾ പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റൊമക്കിൽ നിന്നാണ്. സ്റ്റൊമക്കിൽ വെച്ചിട്ടാണ് പെപ്സിൻ എൻസൈമിന്റെ സഹായത്തോടെയാണ് സ്മോൾ പെപ്റ്റൈഡ്സ് ആയിട്ട് മാറുന്നത്, പ്രോട്ടീൻ ഡൈജഷൻ സംഭവിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ് ആൻഡ് ദ അബ്സോർപ്ഷൻ ഓഫ് ഡൈജസ്റ്റഡ് ഫുഡ് സ്റ്റാർട്ട്സ്? ഇലിയമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്കറിയാം സ്മോൾ ഇൻറ്റസ്റ്റൈന് 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഡിയോഡിനം, ജെജുനം ആൻഡ് ഇലിയം. അതിലെ ഏറ്റവും ലാസ്റ്റത്തെ പാർട്ടായി ഇലിയത്തിൽ വെച്ചിട്ടാണ് ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അബ്സോർപ്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഹെൽപ്സ് അവർ ബോഡി ഗെറ്റ് റിഡ് ഓഫ് അൺഡൈജസ്റ്റഡ് ഫുഡ്? നമ്മുടെ ശരീരത്തിലെ എന്തിന്റെ സഹായം കൊണ്ടാണ് നമുക്ക് ഈ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ്, അങ്ങനത്തെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നന്നായി റിമൂവ് ചെയ്ത് നമ്മുടെ ശരീരത്തെ നല്ല ആരോഗ്യത്തോടെ വെക്കാനായിട്ട് പറ്റുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. റഫേജ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് റഫേജ് വിഭാഗത്തിൽ പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ. അതിൽ ഫൈബർ കണ്ടന്റ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ നമ്മൾ പറയാറുണ്ട് അല്ലെ, ഇപ്പൊ ഈ എന്താ പറയാ ഡയറ്റ് ഒക്കെ നോക്കുന്ന ആളുകളൊക്കെ നമുക്കറിയാം പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രീനൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി റഫേജ് പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയാണെങ്കിൽ, ഫൈബർ കണ്ടന്റുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഇല്ലാതെ തന്നെ വളരെയധികം സുഖമായിട്ട് നമ്മൾക്ക് ഡൈജഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്ലാൻസ് ആർ എക്സോക്രൈൻ ഗ്ലാൻസ്? എക്സോക്രൈൻ ഗ്ലാൻസ് ഏതാണ് ഇത് തന്നിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നമുക്ക് എൻഡോക്രൈൻ ഗ്ലാൻസും എക്സോക്രൈൻ ഗ്ലാൻസും എന്താണെന്ന് നോക്കാം. എൻഡോക്രൈൻ എന്ന് പറയുകയാണെങ്കിൽ ദി ഡു നോട്ട് ഹാവ് ഡക്ട്സ്, ഡക്റ്റുകൾ ഉണ്ടായിരിക്കില്ല, റിലീസ് ചെയ്യാനായിട്ട് കുഴൽ പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കില്ല. നേരിട്ട് ബ്ലഡിലേക്ക് ഹോർമോൺ സെക്രീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് തൈറോയ്ഡ് ഗ്ലാൻസ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പാരതൈറോയ്ഡ് ഗ്ലാൻഡ് ഒക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഡക്റ്റ് ഉണ്ടായിരിക്കും, ആ ഡക്റ്റിലേക്കാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ നമുക്ക് ലിവർ, സലൈവറി ഗ്ലാൻഡ്സ് ഒക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഡൈജസ്റ്റീവ് ഗ്ലാൻഡും ഒരു എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈൽ വിച്ച് ഈസ് ഹെൽപ്ഫുൾ ഇൻ ദ ഡൈജഷൻ ഓഫ് ലിപ്പിഡ്സ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ. നമുക്ക് എല്ലാവർക്കും അറിയാം ലിവർ ആണ് ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലമാണ് ഗാൾ ബ്ലാഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എൻസൈം പെപ്സിൻ വിച്ച് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡൈജഷൻ ബിക്കംസ് ആക്റ്റീവ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. Which among the following enzymes help in the digestion of milk proteins? Renin. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Which among the following is an enzyme that can digest fat? Lipase ആണ് കറക്റ്റ് ആൻസർ. ഫാറ്റില് ലിപ്പിഡ്സിനെ ലിപ്പേസ്, ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്സ് ആക്കിയിട്ട് മാറ്റുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്ന കുറച്ച് പോയിന്റ്സും കൂടി ഉണ്ട്. അതുകൂടി പറഞ്ഞ് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ അവസാനിപ്പിക്കും. അതിനുശേഷം നമ്മൾ കാർഡിയോവാസ്കുലർ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഇനി തുടർച്ചയായിട്ട് കാണുക. അപ്പോൾ ഇതിന് കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടും ഇതിൻ്റെ ഒപ്പം തന്നെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.